അഴിമതിയെപ്പറ്റി പറഞ്ഞ് സങ്കടപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ. കേരളത്തിൽ അഴിമതി കൂടി വരികയാണ് എന്ന് എ.കെ. ആന്റണിയെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയപ്പോൾ അഴിമതിക്കാരെ ജനങ്ങൾ ശിക്ഷിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആന്റണിയുടെ നിരീക്ഷണം ഗൌരവമായി കാണുന്നു എന്ന് വി.എം. സുധീരനും സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണെന്ന് കെ.പി.സി.സി ഉപാധ്യക്ഷൻ വി.ഡി. സതീശനും തുറന്നടിച്ചപ്പോൾ തൽപര കക്ഷികൾ വിവാദമുണ്ടാക്കുകയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. ബാർക്കോഴ വിവാദത്തിൽ മുഖ്യമന്ത്രിയും കൂട്ടരും കെ.എം. മാണിയെ പിന്തുണയ്ക്കുന്നതിലെ അതൃപ്തിയും നേതൃമാറ്റം വേണമെന്ന ഐ ഗ്രൂപ്പിന്റെ ആവശ്യവുമൊക്കെ ഒരു പരിധിവരെ തുറന്നു പ്രകടിപ്പിച്ചാണ് യു.ഡി.എഫ് സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തിയത്. രണ്ടാം യു.പി.എക്ക് വിനയായത് തുടർച്ചയായി വന്ന അഴിമതി ആരോപണങ്ങളാണ്. അവസാനം അതിന്റെ എല്ലാ പാപഭാരം ഏറ്റെടുക്കേണ്ടി വന്നത് കോൺഗ്രസാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങളുണ്ട്. ആ അഴിമതി വർദ്ധിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അങ്ങനെ ഒരു പുകമറയിലോ അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ നിഴലിലോ നിൽക്കാൻ കഴിയില്ല. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉചിതമായ നടപടികൾ നേതൃത്വം തീരുമാനിക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലടക്കം കേരളത്തിൽ അഴിമതി വളരുകയാണെന്ന് എ.കെ. ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചും എ.കെ. ആന്റണി തന്റെ അഭിപ്രായം വ്യക്തമാക്കി. ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും കാശ് കൊടുക്കാതെ കാര്യം നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതൊക്കെ ഒരു മേഖലയെ ഉദ്ദേശിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു വല്ലാത്തൊരു ശാപമാണ്. എ.കെ. ആന്റണിയെ കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും പൂർണ്ണമായി പിന്തുണച്ചു. അഴിമതി വർദ്ധിച്ചു വരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. പൊതുജീവിതത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം ഇപ്പോൾ അഴിമതി വർദ്ധിച്ചു എന്നുള്ള എ.കെ. ആന്റണിയുടെ അഭിപ്രായം ശരിയാണ്. അഴിമതിക്കാർ തൽക്കാലം നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും ജനകീയ കോടതിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. എല്ലാവരും അഴിമതിക്കെതിരാണ്.